അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നതിൽ വല്ലാത്ത ശ്രദ്ധ പുലർത്തുന്നവരായിരുന്നു ഗൗസുൽ ആലം അഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. മഹാനുഭാവൻ്റെ വഫാത്ത് മാസമാണ് റബീഉൽ ആഖിർ മാസം. അള്ളാഹു തആലയ്ക്ക് വേണ്ടി ആരാധനാകർമ്മങ്ങളിൽ നിരതരായി സുന്നത്തായ കർമ്മങ്ങൾ മേൽക്കുമേൽ പ്രവർത്തിക്കുകയും അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും അകന്നു നിന്ന് ആത്മീയമായ ഒരുപാട് ഉയരങ്ങളിലേക്ക് ബഹുവന്ദ്യരായ ശൈഖ് തങ്ങൾ എത്തിയിരുന്നു. സുൽത്താനുൽ ഔലിയ, ഔലിയാക്കളുടെ ചക്രവർത്തി എന്ന ഉന്നതമായ സ്ഥാനപ്പേരിന് അർഹമാകത്തക്ക വിധം ഒരുപാട് ഉന്നതങ്ങളിലേക്ക് എത്തിയവരായിരുന്നു ബഹുവന്ദ്യരായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. തൻ്റെ ജീവിതം ത്യാഗപൂർണമായിരുന്നു. ഊണും ഉറക്കവുമില്ലാതെ അള്ളാഹു തആലയ്ക്ക് വേണ്ടി ആരാധന ചെയ്ത അനേകം വർഷങ്ങൾ ബഹുവന്ദ്യരായ ശൈഖ് അവർക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. 40 വർഷം തനിക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്ത മുഹമ്മദ് ബിൻ അബിൽ ഫത്തഹിൽ ഹർവി എന്ന് പറയുന്ന മഹാൻ, അദ്ദേഹം വിവരിക്കുകയാണ്, ഞാൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന് 40 വർഷം ഖിദ്മത്ത് ചെയ്തൊരു മനുഷ്യനാണ്. ഈ കാലത്തിനിടക്ക് കാനഫി മുദ്ദത്തിഹ യുസല്ലി സുബ്ഹ ബി വുളൂഇൽ ഇഷ നമസ്കരിക്കാൻ വേണ്ടി എടുത്ത ഉളു കൊണ്ടായിരുന്നു ഈ 40 വർഷക്കാലം അദ്ദേഹം സുബഹി നമസ്കരിക്കാറുണ്ടായിരുന്നത്. ഇഷാ നമസ്കാരം കഴിഞ്ഞാൽ യദുഖുലു ഫി ഖൽവത്തിഹി, തൻ്റെ ഏകാന്ത റൂമിലേക്ക് അദ്ദേഹം പ്രവേശിക്കും. വലാ യദുഖുലുഹാ മഅഹു അഹദുൻ, ആ റൂമിലേക്ക് തൻ്റെ കൂടെ മറ്റാർക്കും പ്രവേശനമില്ല. അങ്ങനെ ഏകാന്തനായി ആ റൂമിൻ്റെ അകത്ത് കയറിയിരുന്ന് ആരാധനയിൽ മുഴുകുന്ന ശൈഖ് അവർകൾ രാവിലെ സുബഹി നമസ്കാരത്തിൻ്റെ സമയമാകുമ്പോഴാണ് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് എന്ന് തൻ്റെ ഖാദിമായ മുഹമ്മദുൽ ഹർവി വിവരിക്കുകയാണ്. ബഹ്ജത്തുൽ അസ്റാർ എന്ന കിതാബിൽ ഈ സംഭവം വിവരിക്കുന്നുണ്ട്. നലവേറും ഇശാ തോളുതൊരുവാലെ 40 സുബ്ഹ് തൊഴുതോവർ എന്ന് മുഹിദ്ദീൻ മാലിൽ വിവരിക്കുന്നത് ഈ സംഭവത്തെ സംബന്ധിച്ചാണ്. ത്യാഗപൂർണമായ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് രാത്രി സമയത്ത് ഖുർആൻ പാരായണത്തിന് വേണ്ടി തയ്യാറെടുക്കും. ദിവസങ്ങളോളം ഉറക്കമൊഴിച്ചത് കാരണം ഖുർആൻ പാരായണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഉറക്കം വരും, അത് സ്വാഭാവികമാണല്ലോ. ഈ ഉറക്കത്തെ നിയന്ത്രിക്കുവാൻ വേണ്ടി ശൈഖ് റളിയല്ലാഹു അൻഹു ചെയ്യുന്നത് ഒരു കാലിൽ മാത്രം നിൽക്കുകയും മറുകാലിനെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുകയായിരിക്കും. എന്നിട്ട് തൻ്റെ വീടിൻ്റെ ചുമരിൽ തറച്ചു വച്ചിരിക്കുന്ന ഒരു ആണിയിൽ ഒരു കൈ കൊണ്ട് പിടിച്ചുകൊണ്ട് നിൽക്കും, വീഴാതിരിക്കുവാൻ വേണ്ടി. ഇങ്ങനെ ഉറങ്ങുമോ എന്ന് പേടിച്ച് ഒറ്റക്കാലിൽ നിന്ന് ഒരു കൈ കൊണ്ട് ആണിയിൽ പിടിച്ച് നിന്നുകൊണ്ടായിരുന്നു ശൈഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതാറുണ്ടായിരുന്നത് എന്ന് ഷെയ്ഖ് തങ്ങൾ തന്നെ വിവരിക്കുന്നുണ്ട്. സുമ്മ അസ്തഫ്തിഹുൽ ഖുർആൻ വ അന വാഖിഫുൻ അലാ റിജ്ലിൻ വാഹിദിൻ, ഒറ്റക്കാലിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഖുർആൻ ഓതുക. എൻ്റെ കൈയാണെങ്കിൽ അലാ വത്ദിൻ മദ്റൂബിൻ ഫി ഹായിത്തിൻ, ചുമരിൽ തറച്ചു വച്ചിരിക്കുന്ന ഒരു ആണിയിലാണ് എൻ്റെ കൈയുണ്ടായിരിക്കുക. അങ്ങനെ ഞാൻ ഖുർആൻ ഓതും. ഹത്താ അന്തഹിയ ഇലാ ആഖിരിൽ ഖുർആൻ ഇൻദ സഹർ, അത്താഴ സമയമാകുമ്പോഴേക്ക് ഖുർആൻ്റെ അവസാനത്തിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടായിരിക്കും. ബഹുമാനപ്പെട്ട മഹാരഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹു തആല സമയങ്ങൾ ഇബാദത്തുകൾക്ക് വേണ്ടി നീട്ടിക്കൊടുക്കലും അതുപോലെ യാത്രയ്ക്ക് വേണ്ടി യാത്രാ ദൂരം ചുരുക്കിക്കൊടുക്കലുമൊക്കെ ചരിത്രത്തിൽ ധാരാളമായിട്ട് ഉദ്ധരിക്കപ്പെട്ടതാണ്. അതുപോലെയായിരിക്കാം ശൈഖ് റളിയല്ലാഹു അൻഹുവിന് ഈ ഒറ്റ രാത്രി കൊണ്ട് അത്താഴ സമയമാകുമ്പോഴേക്ക് ഖുർആൻ പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കാൻ കഴിയുന്നത്. എന്തായാലും ശൈഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണത്തിന് വേണ്ടി ത്യാഗം സഹിച്ചുകൊണ്ട് ഉറക്കമൊഴിച്ച സംഭവമാണ് ഇവിടെ ഉദ്ധരിക്കപ്പെടുന്നത്. ബഹ്ജത്തുൽ അസ്റാർ എന്ന കിതാബിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു സംഭവമുണ്ട്. ബഹുവന്ദ്യനായ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എൻ്റെ അടുത്ത് ഒരിക്കലൊരു മനുഷ്യൻ വന്നു. മാ റഅയ്തുഹു ഖത്തു, മുമ്പ് ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടേ ഇല്ല. പരിചയമില്ലാത്ത ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, ഹല്ലക ഫിൽ മഹബ്ബ, സ്നേഹത്തിൽ എന്നെ പിമ്പറ്റുവാൻ അങ്ങേക്ക് താല്പര്യമുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, തീർച്ചയായും എനിക്ക് താല്പര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ബിഷർത്തി അല്ലാ തുഹാലിഫനി, എന്നെ എതിർക്കാൻ പാടില്ല എന്ന നിബന്ധനയോടുകൂടെ അങ്ങേക്ക് എൻ്റെ കൂടെ പിമ്പറ്റാം, എൻ്റെ കൂടെ അനുഗമിക്കാം.
ബഹുവന്ദ്യരായ ശൈഖ് റളിയല്ലാഹു അൻഹു അതെ എന്ന് പറയുകയും ആ മനുഷ്യൻ എന്ത് ചെയ്തുവെന്നോ അദ്ദേഹം പറഞ്ഞു, ശൈഖ് റളിയല്ലാഹുവിനോട് താങ്കൾ ഇവിടെ ഇരിക്കണം, ഞാൻ ഹത്താ ആത്തിയക, ഞാൻ അങ്ങയടുത്തേക്ക് വരുന്നത് വരെ ഇവിടെ ഇരിക്കണമെന്ന് പറഞ്ഞ് ആ മനുഷ്യൻ അപ്രത്യക്ഷനായി. പിന്നീട് ആ മനുഷ്യൻ തിരിച്ചു വന്നത് 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം 1 കൊല്ലത്തിന് ശേഷം മടങ്ങി വന്നപ്പോൾ അദ്ദേഹം തിരിച്ചു വന്ന് എൻ്റെ കൂടെ അല്പസമയം ചെലവഴിച്ചു. വീണ്ടും അദ്ദേഹം എഴുന്നേൽക്കുകയും അദ്ദേഹം പുറപ്പെടുകയും ചെയ്തു. പോകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ വരുന്നത് വരെ ഇവിടെ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് 2ാം തവണയും അയാൾ പുറപ്പെട്ടത്. വീണ്ടും അയാൾ മടങ്ങിയെത്തിയത് 1 വർഷത്തിന് ശേഷമായിരുന്നു. അദ്ദേഹം വരുമ്പോഴും ഞാൻ അവിടെ അദ്ദേഹത്തെ കാത്തു നിൽക്കുകയായിരുന്നു. വീണ്ടും അദ്ദേഹം ഒരല്പസമയം എൻ്റെ കൂടെ ചെലവഴിച്ച് അദ്ദേഹം സ്ഥലം വിട്ടു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു, ഞാൻ വരുമ്പോൾ ഇവിടെ വേണം, എങ്ങും പോവരുത്. ബഹുവന്യരായ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടെ തന്നെ ഇരുന്നു. 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് വീണ്ടും അദ്ദേഹം മടങ്ങി വരുന്നത്. മൂന്നാമത്തെ തവണ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പാലും റൊട്ടിയും ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അന ഖിളുറുൻ ഉമിർത്തു അൻ ആകുല മഅക, അങ്ങയുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ഖിളുർ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് എന്ന് പറഞ്ഞ് 3ാമത്തെ തവണ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് അദ്ദേഹം എത്തിപ്പെട്ടു. ഇതുപോലത്തെ സംഭവങ്ങൾ ധാരാളം ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അങ്ങേയറ്റത്തെ ത്യാഗപൂർണമായ ജീവിതത്തിന് ഉദാഹരണമായിട്ട് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. 1 കാമൽ നിന്നിട്ട് 1 ഹത്തം തീർത്തോവർ, 1 ചൊൽ മുതലായ 3 ആണ്ട് കാത്തോവർ എന്ന് മുഹിദ്ദിമാലയിൽ വിവരിക്കുന്നത് ഈ 2 സംഭവത്തെ പറ്റിയിട്ടായിരുന്നു. ഇങ്ങനെ ബഹുവന്ദ്യരായ ശൈഖ് റളിയല്ലാഹു അൻഹു തൻ്റെ ജീവിതത്തിൽ അനേകം സുന്നത്തായ കാര്യങ്ങൾ നിർവഹിക്കുകയും ആ സുന്നത്തായ കാര്യങ്ങൾ നിർവഹിക്കുവാൻ എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും അതെല്ലാം സഹിക്കാൻ തയ്യാറാവുകയും ചെയ്ത് ഒരുപാട് സൽക്കർമ്മങ്ങൾ നിർവഹിച്ചു. അതുപോലെ അല്ലാഹു തആല വിലക്കിയ കാര്യങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ട് അകന്നു നിന്നു. അതുകൊണ്ട് തന്നെ സുൽത്താനുൽ ഔലിയ എന്ന ഉന്നതമായ സ്ഥാനത്തിലേക്ക് ബഹുവന്യരായ ശൈഖ് റളിയല്ലാഹു അൻഹു എത്തിപ്പെടുകയും ചെയ്തു. ആ മഹാനുഭാവൻ്റെ ശഫാഅത്തും അവിടുത്തെ മദദും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.